ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ബാലനും ഗോമതിയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ധർമ്മൻ്റെ ഭക്ഷണം അവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കൂടെ, ധർമ്മം നടത്തുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അതിന് കൃഷ്ണൻ തന്നെ വന്ന് സമാധാനപ്പെടുത്തിയിട്ടുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണല്ലോ. ആ സമയത്ത് ആര്യം വന്ന് ഗൗമതിയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഞങ്ങളൊപ്പം വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ. പക്ഷേ ബാലൻ പറയുന്നുണ്ട്, അത് വേണ്ട, നിങ്ങൾ ആദ്യം പോയാൽ മതി, ഞാൻ പിന്നെ വന്നോളാം, നമ്മൾ ഒരുമിച്ച് വരുന്നില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, ആരെയും പേടിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ധർമ്മൻ്റെ വിവാഹം, അതിനുവേണ്ടി നമ്മളൊരല്പം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല മോനെ. അച്ഛാ, പക്ഷേ നല്ല സങ്കടമുണ്ട് അച്ഛനെ ഇങ്ങനെ കാണാനായിട്ട്. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇതിലൊക്കെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അവൻ്റെ ജീവിതമല്ലേ നമുക്ക് വലുത് എന്ന് പറഞ്ഞതാ ഗോമതി ആര്യനെയൊക്കെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ആര്യനും ആനന്ദും ആകാശം കൂടെ ഒരു കാറിലാണ് പോകുന്നത്. വരുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മുടെ ആര്യൻ്റെ കണ്ണിലേക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് വരുവാണ്. ശരിക്കും അവിടെ കണ്ട നന്ദൻ്റെ അതേ മുഖച്ഛായയും ഭഗവാന്റെ രൂപവും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ആര്യനാകെ അതിശയാവും കേട്ടോ. ആര്യൻ സഹോദരങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങളവിടെ ശരിക്കും ഈ ഒരു വിവാഹത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ നന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ നിന്നില്ലേ, ശരിക്കും അത് അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല, അത് ഗുരുവായൂരപ്പനായിരുന്നു, ശരിക്കും ആയിരുന്നു എന്നിങ്ങനെ പറയാം. ഞാൻ കണ്ടതാ, ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാ നേരിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷേ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുവാണ്. ധർമ്മനും പെണ്ണും ഒക്കെ കാറിൽ വന്ന് നേരെ കൃഷ്ണമംഗലത്തിൻ്റെ നടയിലാണ് ഇറങ്ങുന്നത്. തൊട്ട് പിറകെ വന്ന കാറിൽ നിന്ന് അച്യുതനും അനന്തനും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അച്യുതൻ ഇറങ്ങിയ ഉടനെ തന്നെ വലിയ ഗമയിൽ പറയാ, എടാ ധർമ്മ, നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്താമെന്നൊക്കെ പറഞ്ഞ് നിന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ആര്യനും ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ചോദിക്കുന്നുണ്ട്, ആരാ ചതിച്ചത്? നിങ്ങളല്ലേ ചതിച്ചതെന്ന് പറയാം. എടാ, നീയൊക്കെ ഒന്ന് മിണ്ടാതിരിക്കുക, നിൻ്റെയൊക്കെ കടയിലെ വലിയ കുറേ കാലം കൊണ്ട് ധർമ്മനോട് ജോലി ചെയ്യിക്കുന്നത്, അവിടുത്തെ ലാഭത്തിന് വേണ്ടി അവനെ ഇങ്ങനെ കാലാകാലം പിടിച്ച് കെട്ടിയിടാൻ നിങ്ങൾ വിചാരിച്ചില്ലേ, ലാഭത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കല്യാണ കാര്യം പറയുകയും ചെയ്യും അവനോട്. അതെല്ലാം കഴിഞ്ഞ് അതങ്ങ് മുടക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇന്ന് അത് നടന്നില്ല. ഞങ്ങൾ അവന് നല്ലൊരു പെണ്ണിനെ കൊണ്ടുവന്നു, അവനൊരു ജീവിതവും കൊടുത്തു. അതിനൊക്കെ നീയൊക്കെ പറയാനോടാ, അവനോട് മാപ്പ് വേണം പറയാനായിട്ട് എന്നിങ്ങനെ പറയാട്ടോ അച്യുതൻ. അപ്പോൾ അമ്മ വന്ന് ഇങ്ങോട്ട് പറയാനുണ്ട്, എടാ അച്യുത, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അതുപോലെ ബാലൻ മക്കളോടും പറയണ്ട, മക്കളെ ഒന്നും മിണ്ടണ്ട, നിങ്ങൾ അകത്തേക്ക് കയറിപ്പോവാൻ. എന്നാലും ആകാശം ആനന്ദനൊന്നും വിടുന്നില്ല, തെറിച്ച് നല്ല കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ അവസാനം ധർമ്മൻ പറയുന്നുണ്ട്, മതി, ഇനി പറഞ്ഞത് നിർത്തിക്കോ, എൻ്റെ മുന്നിൽ വെച്ച് അളിയനെ ആവശ്യമില്ലാത്തത് ഇനി പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നൊക്കെ പറയാം. ശരി, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇന്ദിരാമ്മ പറയാം, നന്ദിതേ, നീ അകത്ത് ചെന്ന് നിലവിളക്ക് എടുത്തിട്ട് വരാൻ. അങ്ങനെ അവർ പോയി നിലവിളക്ക് എടുത്തിട്ട് വരികയാണ് കേട്ടോ. സുകന്യെ അകത്തേക്ക് കൈപിടിച്ച് കയറ്റാണ്. വലത് കാല് വെച്ച് അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ധർമ്മൻ ദേവമംഗലത്തിൻ്റെ പടിയിലേക്ക് നോക്കുക. അവിടെ ഗോമതിയും ബാലനും നിൽപ്പുണ്ട്. രണ്ടുപേർക്കും അനുഗ്രഹം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. കയറിക്കൊന്നും ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ അത് കണ്ടും കൊണ്ടാണ് ധർമ്മൻ പെണ്ണിൻ്റെ കൈ പിടിച്ച് നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ശരിക്കും ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ ഈ ഒരു കല്യാണം നടന്നത്? ധർമ്മന് നല്ല സംശയമുണ്ടല്ലോ. ഇവരുടെ വാശിക്ക് വേണ്ടി പെട്ടെന്നുള്ളൊരു കല്യാണം ആയിരുന്നില്ലേ അത്? അതും ധർമ്മൻ നേരെ ഏട്ടന്മാരോട് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ വിവാഹം നടത്തിയതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതിന് നന്ദിയുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് എനിക്കറിയില്ല. എന്താടാ ധർമ്മ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയല്ല, സുകന്യയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമായിട്ടാണോ വിവാഹം കഴിച്ചത്? ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ കുട്ടിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കി ചെയ്യുന്നത് എനിക്കത് സഹിക്കാനാവില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്ത് ബാലനും അവിടെ ബാലനെ ഒഴിവാക്കിയതിൽ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ഭയങ്കര പരിഭവമുണ്ടല്ലോ. അതിൻ്റെ കാര്യങ്ങളും അവരവിടെ ചർച്ച ചെയ്യുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ആരും ഇതിനെക്കുറിച്ചൊന്നും പറയരുത്, നമുക്ക് ധർമ്മൻ്റെ വിവാഹവും അവൻ്റെ ജീവിതവും മാത്രമാണ് വലുത്, അതിനുവേണ്ടി നമുക്ക് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ എല്ലാവരും അടക്കി നിർത്താണ് കേട്ടോ. അന്ന് രാത്രിയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് രാജശ്രീ തന്നെയാണ് പെണ്ണിനെ ഒരുക്കി ധർമ്മൻ്റെ മുറിയിലേക്ക് കടത്തി വിടുന്നത് കേട്ടോ. ധർമ്മൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് അറിയില്ല. ആരാ എന്താ ഒന്നും അറിയാതെ ഒരു നിമിഷത്തിന് എടുത്തു ചാടി എല്ലാം ചെയ്തതായിരുന്നു സുകന്യയുടെ വിവാഹം. ഇനി ധർമ്മനെ ഇഷ്ടമായിട്ടാണോ അല്ലയോ എന്നുള്ളത് ഇനി നാളെ തന്നെ അറിയാം കേട്ടോ. ഇതൊക്കെയാണ് പ്രൊമോയിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്